welcome back to my YouTube channel, and it's me Aksa. ആൻഡ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് നാളായിട്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടൊന്നല്ല, ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ എനിക്ക് ചിലപ്പോൾ തോന്നും ഇപ്പോൾ ഒന്നും വ്ളോഗ് എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വ്ളോഗ് എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ കാനഡയിൽ ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നതിൻ്റെ എക്സ്പീരിയൻസും, ഇവിടെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും മൈലുകളോളം ദൂരമുള്ള ഒരു പ്ലേസിൽ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നതൊക്കെ. അത് പല കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് ഞാനിവിടെ വന്നേക്കണേ. ഞാൻ ഈ മൈക്ക് എപ്പോഴും കൈ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അല്ലേ, അപ്പം ഞാനിവിടെ വയ്ക്കാം, എന്നിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാനഡയിൽ വന്നതിൻ്റെ എന്താ പറയുക, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്, ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. എൻ്റെ ഒരു യൂട്യൂബ് കമൻറ്റിൽ 3 മാസം മുമ്പ് പറഞ്ഞൊരു കാര്യമായിരുന്നു, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഒരു കഥ പറയുമോ, അതിൻ്റെ വ്ളോഗ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ, എനിക്കത് എൻ്റെ ഇൻട്രോ വ്ളോഗിലായിരുന്നു. അപ്പോൾ എൻ്റെ ഇൻട്രോ വ്ളോഗിൽ പോയി കമൻറ്റ് നോക്കുമ്പോൾ അറിയാം, അവിടെ കാണുന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ വ്ളോഗ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അപ്പം എനിക്കൊന്നും പറ്റിയില്ല. കുറച്ച് സാഹചര്യങ്ങളിൽ ഞാൻ വിട്ടുപോയത് കൊണ്ടും പിന്നെ അതെല്ലാം ഒന്ന് സോൾവ് ആക്കാനായിട്ടുള്ള തത്രപ്പാടിലും ഞാനത് വിട്ടുപോയി. പിന്നെ ഇങ്ങനെ ഓരോരോ വ്ളോഗും കുട്ടി ഷോർട്സും അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാൻ എപ്പോഴേലുമൊക്കെ ആയിരുന്നു തോന്നുന്നു, ഞാൻ ഇടയ്ക്ക് എനിക്ക് വർക്കും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ടൊക്കെ ഞാൻ അതിൻ്റെ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ പിച്ച വെച്ച് നടക്കുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു. ഇപ്പോഴേ അതല്ലേ പറയാൻ പറ്റുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. 1 വർഷം കഴിഞ്ഞിട്ടോ പിച്ച വെച്ച് നടക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ 2-3 മാസത്തിനുള്ളിൽ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂവേഴ്സും ഒക്കെ കിട്ടിയതിൽ. എപ്പോഴേലൊക്കെ നല്ല കണ്ടൻറ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന് എനിക്കറിയാം. എൻ്റെ ലൈഫ് സ്റ്റോറീസൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അല്ലേ അവിടുത്തെ ലൈഫ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആദ്യത്തെ കനേഡിയൻ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഫ്രം ബാക്ക് ഇൻ ഇന്ത്യ ടു കാനഡയിലുള്ള എൻ്റെ ആ ഒരു ട്രാവലിങ്ങും പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ലൈഫുമാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ, ഞാൻ ഡിഗ്രി വിമല കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ 3rd ഇയർ ടൈമിലായിരുന്നു ഇങ്ങനൊരു ഡെസിഷൻ എടുത്തത്. അവസാന നിമിഷങ്ങളിലാണ് ഞാൻ ഡെസിഷൻ എടുത്തത്. ഓക്കെ, എന്താ പറയുക, ഞാൻ എന്തായാലും കാനഡയിൽ പോകാം എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറായിരുന്നു. പുള്ളിക്ക് എന്താ പറയുക, പുള്ളിയായിരുന്നു എൻ്റെ പാരൻസിനോട് പറഞ്ഞത്, അപ്പോൾ പെൺപിള്ളേരല്ലേ പോയി ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രോത്സാഹനമൊക്കെ എൻ്റെ അപ്പന് കൊടുത്തപ്പോൾ അപ്പോൾ പറഞ്ഞു ഓക്കെ, എന്തായാലും പെൺകുട്ടികൾക്ക് സ്വന്തം കാലിലൊക്കെ നിൽക്കണം, അതുകൊണ്ട് എന്തായാലും അക്സാപ്പിക്കുള്ളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കൊള്ളാലോ, ഫ്രീഡം കിട്ടി എന്നൊക്കെയുള്ള രീതിയിൽ എന്താ ഹാപ്പി ആയിരുന്നു. ഞാനവിടെ കാനഡയിലൊക്കെ വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, ഒറ്റയ്ക്ക് നിൽക്കാമല്ലോ, ഒറ്റയ്ക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു അവസരം കിട്ടിയതാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. ലൈക്ക് ഈ വുമൺ എംപവർമെൻ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ എന്നിട്ട് ഞാൻ എന്താ പറയുക, സാന്റ മോണിക്ക വഴിയായിരുന്നു വന്നത്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, മാതൃഭൂമിയിലെ മലയാള മനോരമ അങ്ങനെയുള്ള നമ്മുടെ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാകും, 7000+ കുട്ടികളെയാണ് അവർ പറഞ്ഞയക്കുന്നത് കാനഡയിലേക്ക്. അതിൻ്റെ ഉള്ളിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഞാൻ
കാനഡയിലൊക്കെ എത്തിപ്പെട്ടു. അന്ന് ഞാൻ ഭയങ്കര സെമിനാറിലൊക്കെ പോയി, സെമിനാറിലൊക്കെ സംസാരിച്ച് ഇപ്പം അവിടെയുള്ള ആൾക്കാർക്ക് കാനഡയിലാണല്ലേ, ഈ കോളേജിലാണല്ലോ, കോളേജിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടൊക്കെ എന്താ പറയുക, ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് കാണാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ കാനഡയിലേക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങി. അതിലുള്ള പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങി. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നൊരു പ്രോഗ്രാമാണ് ഞാനിവിടെ പഠിക്കാനായിട്ട് എടുത്തത്. കാരണം അവർ പറഞ്ഞു ഞാൻ അവിടെ നാട്ടിൽ പഠിച്ചതിൻ്റെ എന്താ പറയുക, കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റോ അല്ലെങ്കിൽ കോഴ്സ് വേണം നമ്മളിവിടെ വന്നെടുക്കാൻ. സബ്ജക്റ്റ് അല്ല, കോഴ്സ് വന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് എടുക്കാൻ എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് വിസയെല്ലാം അപ്രൂവ്ഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ ഡിഗ്രി പഠിച്ച് വന്നിട്ട് വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ട, നമുക്ക് പഠിക്കാം, പിള്ളേരെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു. കാരണം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടി പിള്ളേരെ പഠിപ്പിക്കാനുള്ളൊരു എന്താ പറയുക കോഴ്സാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വൈ നോട്ട്. എനിക്ക് പിന്നെ കുഞ്ഞു പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല സീനൊന്നും. അത് വേറെ കഥ. ഓക്കെ, അങ്ങനെ എന്നിട്ട് കുട്ടി പിള്ളേരെ പഠിപ്പിക്കുന്നൊരു കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ സെറ്റായി. 1 മാസം കൊണ്ട് തന്നെ സെറ്റായി. ബയോമെട്രിക്കിനൊക്കെ ചെന്നൈക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു, മെഡിക്കലൊക്കെ എടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞു. ആ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റ് 18 നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി കോഴിക്കോട് നിന്ന്. അത് കഴിഞ്ഞ് ഇവിടെ എത്തി 19 തീയതി ടൊറൻറ്റോ എയർപോർട്ടിലെത്തി. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് ബാരി എന്നൊരു പ്ലേസിലേക്കാണ്. അവിടെ ഞാൻ ടെമ്പററി സ്റ്റേ ഒരു 10-11 ദിവസം അവിടെ നിൽക്കുക ചെയ്തത്. കാരണം എൻ്റെ ഒറില്ലയിലെ ലീസ് തുടങ്ങുന്നത് സെപ്റ്റംബർ 1 മുതലാണ്. പക്ഷേ ഞാൻ നേരത്തെ 10 ദിവസം മുമ്പ് എത്തിയത് കാരണം ഞാൻ നേരെ പോയത് ബാരിയിൽ നിൽക്കുക ചെയ്തത്. അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. നമ്മളെ ഇവിടെ കൊണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ സാന്റമോണിക്ക തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ നമ്മളെ പിക്കപ്പ് ചെയ്ത് നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുവരും. എന്നിട്ട് അവിടുന്ന് തന്നെ ഒറില്ലയിലും കൊണ്ടുവിടാനായിട്ട് അവർ വേറെ ആളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഇവിടെ കൊണ്ടാക്കുകയും ചെയ്തു ഒറില്ലയിൽ. അപ്പോൾ അവിടെ ഒറില്ലയിൽ ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആണ് നിന്നത്. സ്റ്റിൽ ഞാൻ ഒറില്ലയിലാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ വേറെ വീട്ടിലാണ്. അത് ഞാൻ പിന്നെ കഥകൾ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ വഴികൾ മാറി മാറി പോകുന്നു. അപ്പോൾ ഞാൻ ഒറില്ലയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നിന്നിരുന്നത്. അവിടെ ഇതേപോലെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നിന്ന സ്ഥലമായിരുന്നു. 1 വർഷത്തോളം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയി സെറ്റായപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ മാറി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഫസ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്താ പറയുക, പിന്നെയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് കോളേജിൽ പോകുന്നു. നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ സെറ്റപ്പ് ചെയ്തൊക്കെയാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ മടുത്തു. പിന്നെ എനിക്ക് ഒരുങ്ങാനൊന്നും എനിക്ക് വരില്ല. പിന്നെ ഞാൻ ഡ്രസ്സ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീൻസ് അല്ലെങ്കിൽ ടീഷർട്ട് ഇത് തന്നെ ഇട്ടുകൊണ്ട് നടക്കും. എന്നിട്ട് അതൊക്കെ ആയിട്ടാണ് നമുക്ക് അവിടെ കോമൺ അങ്ങനെ കൈൻഡ് ഓഫ് യൂണിഫോം കൈൻഡ് ഓഫ് തിങ് ഒന്നും ഇല്ലല്ലോ. സോ ലിബറൽ, ഇറ്റ്സ് സോ ലൈക്ക് ദർ ഇസ് നോ യൂണിഫോമിറ്റി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്സ് വൺ തിങ് ഐ ലൈക്ക്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകാം. അത് കഴിഞ്ഞ് അവിടെ കോളേജിലൊക്കെ ചെന്നപ്പോൾ കോളേജിൻ്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ID കാർഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവിടെയുള്ള മലയാളി പിള്ളേരെയൊക്കെ കണ്ട് സംസാരിച്ച് ചെറുതായിട്ടൊക്കെ കൂട്ടായി. പക്ഷെ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ മലയാളി പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമായിരുന്നു മലയാളിയായിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരും ദേ ആർ ഫ്രം ലൈക്ക് നോർത്ത് ഇന്ത്യൻ പാർട്ടിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ കനേഡിയൻസ് ആയിരുന്നു. ലൈക്ക് 80-85% കനേഡിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞ് അങ്ങനെയായിരുന്നു എൻ്റെ കോളേജ് ലൈഫ്. പിന്നെ അസൈൻമെൻറ്റ്സ് ആയി, ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അസൈൻമെൻറ്റ്സ് ആയിരുന്നു മെയിൻലി കോളേജിലുള്ള എന്താ പറയുക ഭയങ്കര പ്രൈമറി ആയിട്ടുള്ള കാര്യം. പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അസൈൻമെൻറ്റ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ 60% മാർക്ക് കിട്ടുന്നത് അതിലാണ്. ബാക്കിയുള്ളതിൽ 20% അല്ലെങ്കിൽ 30% ആയിരിക്കും നമുക്ക്
20% മാക്സിമം 20-25% നമുക്ക് ടെസ്റ്റിൽ മാർക്ക് കിട്ടും. ബാക്കി പിന്നെ പ്രാക്ടിക്കൽ കൈൻഡ് ഓഫ് തിങ്. അങ്ങനെ പല കോഴ്സിനും പല ഇതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെർസെൻറ്റേജ് മാർക്കൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ലിസ്റ്റിംഗ് ഒന്നും എനിക്കിപ്പോൾ ഇല്ല. അതിപ്പോൾ നമ്മൾ കോളേജിൽ നമുക്കത് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് കോളേജിൻ്റെ ഏത് കോളേജ് സൈറ്റിൽ നമ്മൾ പോയി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ എന്നിട്ട് ഓക്കെ ഇതെല്ലാം അതൊക്കെയാണ് എൻ്റെ കോളേജ് കൈൻഡ് ഓഫ് ലൈഫിൽ ഉള്ളത്. ഓക്കെ ഇനി എൻ്റെ വർക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് കഥകൾ പറയാനുള്ളത്. ഞാൻ എന്താ പറയുക, സെപ്റ്റംബറിൽ 1-ാം തീയതി ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇൻഡീഡ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, നമ്മുടെ ജോബ് ആപ്പാണ്. ഐ തിങ്ക് ദാറ്റ്സ് റിയലി പോപ്പുലർ ഹിയർ. ആൻഡ് ഞാൻ അതിൽ കുറേ അപ്ലൈ ചെയ്തു. പിന്നെ വേറെ ജോബ് ബാങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് അറിഞ്ഞ് നമുക്കവിടെ ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് അവിടെ നല്ല ഫ്രണ്ട്സ് ഇതിനെ കിട്ടിയപ്പോൾ അവരെന്നെ എനിക്ക് റെഫേർഡ് ചെയ്ത് തന്നിട്ടുള്ള ജോബ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ ഒരു ജോബ് വേക്കൻസി ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ പോയി അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ എന്താ പറയുക, റെസ്യൂമൊക്കെ ഉണ്ടാക്കുന്നു, സെറ്റാക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ റെസ്യൂമൊക്കെ സെറ്റാക്കി ഞാൻ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്ത്, അവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ ലൈബ്രറിയിൽ പോയി ഞാൻ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് എന്നിട്ട് ഞാൻ എന്താ പറയുക കൊണ്ടുപോയി കൊടുക്കലൊക്കെ ആയിരുന്നു. നടക്കുക, കൊണ്ടുപോയി കൊടുക്കുക, ബാഗൊക്കെ ഇട്ടിട്ട് നടക്കുക, കൊണ്ടുപോയി കൊടുക്കുക. അവിടെ ജോബുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലായിടത്തും പോയി നമ്മൾ അന്വേഷിച്ചു. ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ജോബ് കിട്ടിയത് കാഷ്യറായിട്ടായിരുന്നു. കാഷ്യർ വിത്ത് കുക്കിംഗ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാം ആദ്യമായിട്ടല്ല നമ്മളിങ്ങനെ ജോബൊക്കെ ചെയ്യണം. ചിലരൊക്കെ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എന്താ പറയുക തന്നെ റെസ്യൂമൊക്കെ ഉണ്ടാക്കി. നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമില്ലേ, നമ്മൾ സ്വയം എന്താ ചെയ്ത് കണ്ടുപിടിച്ച് കിട്ടിയൊരു ജോബ് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്കിങ്ങനെ അത് തന്നെ നമ്മൾ മനസ്സിൽ തന്നെ അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് ആ ജോബ് കിട്ടിയപ്പോൾ ഞാൻ പോയി. ഒരു കിച്ചൺ എന്താ പറയുക, ചിക്കൻ ആൻഡ് സീ ഫുഡ് അതിൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ എന്താ പറയുക നെയിം വെളിപ്പെടുത്തുന്നില്ല. കാരണം അവരെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം നല്ലതല്ല. നല്ലതല്ല എന്ന് പറയുന്നത് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിനെ കുറിച്ചോ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നത്. അവരെ മെയിൻലി ഇതായിട്ട് പറഞ്ഞ് നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറയാം. പക്ഷേ ഏത് കമ്പനിയാണെന്നോ ഏത് ഫ്രാഞ്ചൈസ് ആണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിന്, ചിലപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിന് അറിയാം. അപ്പോൾ അവിടെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് പോയി. ഞാൻ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. അവർ പുതിയതായിട്ട് തുടങ്ങിയതായിരുന്നു ഇവിടെ ഒറേലിയയിൽ. എന്നിട്ട് അവിടെ പോയി ഞാൻ ജോബൊക്കെ തുടങ്ങി. അവർ പറഞ്ഞു ഓക്കെ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ മെല്ലെ എന്താ പറയുക ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് മൈക്ക് ചിലപ്പോൾ ഓഫായി പോയാലോ, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യുന്നു. ലാസ്റ്റ് നിങ്ങളൊന്നിട്ട് കേൾക്കത്തുമില്ല. എന്നിട്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ റിപ്പീറ്റ് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സുഖം വരില്ല. കാരണം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ പിന്നീട് നമ്മൾ ആ കാര്യം പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിത് വരത്തില്ല. ഓക്കെ അപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലൊക്കെ എനിക്ക് എന്തായാലും ഓക്കെ ഞാൻ നല്ല സന്തോഷത്തിൽ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് എന്തായാലും നല്ലൊരു എന്താ പറയുക ജോബൊക്കെ കിട്ടുകയാണല്ലോ. കുറേ നാളുകളുടെ പരിശ്രമത്തിന് ശേഷം എനിക്ക് കിട്ടിയ ജോബാണല്ലോ. അപ്പോൾ സന്തോഷത്തിലൊക്കെ പോയി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ബൈ വീക്ക്ലി സാലറി ആണ്, നമുക്ക് സിൻ നമ്പർ നമ്മളിവിടെ വരുമ്പോൾ
ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു വ്ളോഗ് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റുഡൻസ് ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അങ്ങനെയുള്ള അല്ലറ ചില്ലറ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിട്ട് ഞാനവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ ബൈ വീക്ക്ലി ആണ് സാലറി എന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച ഞാൻ പട്ടിപ്പണി എടുത്തു. സാലറിയുടെ സമയമായപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് സാലറി ഒന്നും കയറിയിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ട്രെയിനിങ്ങിനാണ് സ്റ്റില്ല്, അതുകൊണ്ടാണ്. അപ്പം നീ ഒന്നും കൂടി ട്രെയിൻ ചെയ്യും, എന്നിട്ട് നീ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് നോക്കിയിട്ട് സാലറി തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പോൾ നമുക്ക് അറിയത്തില്ല. ഇവിടെ പിന്നീടാണ് ഞാൻ അറിയുന്നത്, ട്രെയിനിങ് ആണെങ്കിലും നമുക്കിവിടെ സാലറി തരും. അത് പെയ്ഡ് ട്രെയിനിങ് ആണ് ഇവിടെ എല്ലായിടത്തും കൊടുക്കുന്നത്, അല്ലാതെ ചുമ്മാ നമ്മളെ പട്ടിപ്പണി എടുത്ത് നമുക്ക് പറഞ്ഞു വിടലല്ല. എനിക്കൊരുമാതിരി കൈൻഡ് ഓഫ് സ്ലേവറി പോലെ തോന്നി. ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് എനിക്ക് ദേഷ്യമാണ് വന്നത്. പക്ഷേ ഞാൻ പണ്ടത്തെയൊക്കെ അക്സയായിരുന്നെങ്കിൽ ഞാൻ ഇട്ട് പുകച്ചേനെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ കുറേ ലൈഫൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആക്കും. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോയായിരുന്നു. പഴയൊരു എന്താ പറയുക, ഒരു തീ പൊട്ടിത്തെറിക്കുന്ന അക്സ ഒന്നുമല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് സങ്കടം വന്നേ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. ഞാൻ റിസൈൻ ചെയ്യണ ടൈമിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ വന്നിട്ട് യൂണിഫോം തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിനി ഇവിടെ പണിയെടുക്കില്ല, ഞാൻ റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അവിടുത്തെ കടയിലെ ഓണർ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ മാനേജറിനോട് സംസാരിച്ചു, മാനേജർ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി അതന്നെ പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ഇന്നതുകൊണ്ടാണ് കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ഇത് പെയ്ഡ് ട്രെയിനിങ് അല്ല, ഇത് വെറും ട്രെയിനിങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ എന്താ പുള്ളി പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പെയ്ഡ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുമൊക്കെ. പിന്നീടാണെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്. എന്നിട്ട് ഞാൻ യൂണിഫോം തിരിച്ചു കൊടുത്തു. കാരണം നമുക്ക് പൈസ തരാത്ത, നമ്മൾ ചുമ്മാ പോയി പണിയെടുക്കാനായിട്ട് നമ്മുടെ അമ്മാവൻ്റെയോ അമ്മായിയുടെയോ കടയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ യൂണിഫോം തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ലെറ്ററോ എഴുതുമോ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ബാഡ്ജും തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പൈസയും വേണ്ട. ഞാൻ പൈസ ചോദിക്കുകയും ചെയ്തില്ല. അതിനിപ്പോൾ അവർ തിരിച്ച് തരുമോന്നോ, നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ പൈസ നമുക്ക് തിരിച്ചു തരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് പൈസയും വേണ്ട, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പൊളൈറ്റായിട്ടാണ് പറഞ്ഞത്. കുറച്ച് കനത്തിൽ, നല്ല കനത്തിലൊന്നും പറഞ്ഞില്ല, പക്ഷെ പൊളൈറ്റായിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കോവർക്കേഴ്സിനോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഞാൻ വേറെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേപോലെ റിട്ടയർമെൻറ്റ് ഹോമിൽ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കെയർ ഗീവറായിട്ടും PSW ആയിട്ടൊക്കെ നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അവർ അതിലൊരു എന്താ പറയുക, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന അവിടെയാണ് ഞാനിപ്പോൾ എന്താ പറയുക, എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടി, സംസാരിച്ച്. അവർ നല്ല ആൾക്കാരാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ദ കനേഡിയൻസ് ആർ റിയലി ഗുഡ്. നല്ല കനേഡിയൻസ് ഉണ്ട് ഇവിടെ, ഞാൻ ചുമ്മാ പറയുകയല്ല. വെരി പൊളൈറ്റ്, വെരി കൈൻഡ്. എനിക്ക് നല്ല ഫ്രണ്ട്സും ഉണ്ട്, എനിക്ക് കനേഡിയൻ ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ. അവർ എന്താ പറയുക, അവരൊക്കെ, നമ്മൾ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇവിടെ ഇന്ത്യയിൽ, ഇന്ത്യക്കാരെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിയാണ്, കുറച്ച് പേരൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്നും ചെയ്യുമ്പോഴൊക്കെ കുറേ നെഗറ്റിവിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് പേഴ്സണലി കനേഡിയൻസിൽ നിന്ന് എനിക്ക് 2-3 പേരുടെ അടുത്ത് നിന്ന് എനിക്കൊരു റേസിസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റേസിസമായിട്ട് എനിക്കൊരു അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതൊക്കെ നോക്കുമ്പോൾ എൻ്റെ വർക്ക് പ്ലേസിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. അവിടെയുള്ള മാനേജേഴ്സ് ആണെങ്കിലും അവിടെ നിൽക്കുന്ന കോവർക്കേഴ്സ് ആണെങ്കിലും, they were so sweet, വെരി സ്വീറ്റ്, ലവ്ലി ആയിട്ടുള്ളൊരു
എന്താ പറയുക, ഒരു ഫാമിലി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ക്യാഷ്യർ ജോബ് വിട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ്, റിട്ടയർമെൻറ്റ് ഹോമിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ലിവിങ് ആണ്. അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മറ്റേ സിവിൽ എൻജിനീയറിങ്, അങ്ങനെ എന്താ പറയുക, എയർഫോഴ്സിൽ അതുപോലെ കുറേ പ്രമുഖ ആൾക്കാർ, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നൊരു സ്ഥലം, ഇൻഡിപെൻഡൻറ്റ് ലിവിങ് ആണ്. അപ്പോൾ അവർക്കിങ്ങനെ മെഡിക്കേഷൻസും കാര്യങ്ങളും കെയറൊക്കെ കൊടുക്കുന്ന ഒരു ജോബാണ്. ലൈക്ക് കൈൻഡ് ഓഫ് സിമിലർ ടു നേഴ്സിങ്, അല്ല നേഴ്സുമാർ ചെയ്യുന്ന പോലെ ഉള്ളൊരു ജോബ് തന്നെയാണ്. ലൈക്ക് പക്ഷെ അത്രയ്ക്കും അവർ പോലെയുള്ള കാര്യങ്ങളല്ല, പക്ഷെ മെഡിക്കേഷൻസ് കൊടുക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് എന്താ പറയുക, അങ്ങനെ ഞാൻ അവിടെ 2023 ഫ്രം നവംബർ ഓൺവേർഡ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ 2025 ഇതുവരെ ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പറയുക, വളരെ എന്താ പറയുക, സന്തോഷമുണ്ട് എനിക്കവിടെ നിന്നതിലൊക്കെ. പിന്നെ എന്താ പറയുക, അവിടുത്തെ ആൾക്കാർ, അവിടെ അമ്മച്ചിമാരൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അപ്പച്ചമ്മച്ചിമാരൊക്കെ. ചില അപ്പച്ചമ്മച്ചിമാരൊക്കെ ചില അപ്പച്ചന്മാർ പറയും കേട്ടോ, മോളെക്കാളും കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്, ഞാനെങ്ങാനും മോളുടെ ഏജ് ആയിരുന്നെങ്കിൽ ഞാൻ മോളെ പോലെയുള്ള ആളെ നോക്കിയിട്ട് അപ്പം ഞാനിങ്ങനെ എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു തമാശകളും കാര്യങ്ങളും എല്ലാം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ സംസാരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് ആ ടൈമിൽ. പിന്നെ ബാക്കി വന്ന കഥകളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് when I came to Canada. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഉള്ള ചോദ്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എനിക്ക് ഒരു വിഷയമില്ല. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ അതെന്തായാലും നോക്കും. അതിന് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞിരിക്കും, എന്തായാലും പറഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങളിതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഞാൻ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ താഴെ നോക്കുന്നില്ല, അത് വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ. എൻ്റെ തല അത് പറയുമ്പോഴാണ്, അതാണ് മെയിൻ കാര്യം. ഇവിടെ വരുമ്പോൾ സൂക്ഷിച്ചില്ലേലും പോകും, അത് വേറെ കാര്യം. തലയിലുള്ള തലമുടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നിനെ കുറിച്ചല്ല. ഇവിടെയുള്ള വെള്ളം നമുക്ക് പെട്ടെന്ന് പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു ക്ലൈമറ്റിൽ നിന്ന് വേറെ ക്ലൈമറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈവൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണെങ്കിലും നമ്മുടെ കുറേ കാര്യങ്ങൾ അതിൽ നിന്നൊന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ ഇവിടെയുള്ള വെള്ളം ക്ലോറിനൊക്കെ ബ്ലീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ, ഇവിടെ വിൻ്റർ സീസണൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകും ഇവിടുത്തെ ആൾക്കാരുടെ. അപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ചിലവർ പ്യൂരിഫയറൊക്കെ വയ്ക്കും, വെള്ളത്തിലുള്ള മറ്റേ അങ്ങനത്തുള്ള കെമിക്കൽ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടൊക്കെ. അങ്ങനെ എൻ്റെ കുറേ മുടി പോയി. മിക്കവാറും ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും കഷണ്ടിയായിട്ട് വരും. എൻ്റെ അമ്മയും പറഞ്ഞായിരുന്നു, മിക്കവാറും നീ വിഗ് വെച്ചിട്ട് വരേണ്ടി വരുമെന്ന്. എനിക്ക് തോന്നുന്നുണ്ട് ഒരു 110% ഉറപ്പാണ്, മിക്കവാറും നാട്ടിൽ വരുമ്പോൾ ഞാൻ വിഗ് വെച്ചിട്ട് വരേണ്ടി വരും. ഓക്കെ, അപ്പം അമ്മാതിരി മുടി പൊഴിച്ചിലാണ് പോകുന്നത്. നല്ല രീതിയിലാണ് മുടി പൊഴിയുന്നത്. അപ്പോൾ ഈവൻ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കുകയാണ്. ഉള്ള മുടിയെങ്കിലും കുറച്ച് നാളത്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നിങ്ങൾ എൻ്റെ കണ്ണ് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. അത് വേറെ ഒന്നൊന്നുമല്ല, എൻ്റെ ഇവിടെ ഒരു മൺഡേ നമുക്ക് ദീപാവലി ആയിരുന്നല്ലോ. സോ ദീപാവലിക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ഇന്ത്യൻ കുടുംബത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ദീപാവലി സെലിബ്രേഷനൊക്കെ ഞാൻ പോയായിരുന്നു. നല്ല ആൾക്കാരാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി എനിക്ക് ഫുഡൊക്കെ തന്നു, സ്വീറ്റ്സൊക്കെ അടിച്ച് കയറ്റി അടിച്ചു പൊളിച്ചു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ദീപാവലി അല്ലേ, ഫോട്ടോയും ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് അധികം മേക്കപ്പ് ഒന്നും ഞാൻ ഇട്ടില്ല, ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഇട്ടു. ഐഷാഡോ ഇട്ടപ്പോൾ ഐഷാഡോയുടെ കുറച്ച് പാർട്ടിക്കിൾസ് എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്ന് എടുത്ത് കളയാൻ നോക്കി, അത് അവത്തായിപ്പോയി. അതിൻ്റെ നഖം ഒന്ന് കണ്ണിൽ കുത്തിയപ്പോൾ ഒന്ന് റെഡായി വന്നു. പിന്നെ ടിഷ്യൂ കൊണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റി. പിന്നെ ഒരു 2.5 മണിക്കൂർ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് താഴെ എൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ മുഖമൊക്കെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കഴുകി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടായി. അടുത്ത ദിവസം നോക്കിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ നല്ല രീതിയിൽ ചുവന്ന് വന്നു.
പിന്നീട് ഇപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു വന്നു. ഇപ്പോൾ 2 ദിവസമായല്ലോ, ബുധനാഴ്ചയാണല്ലോ അവിടെ. ഇപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഞാൻ തന്നെ എന്നെ അടിക്കും, എന്നിട്ട് ഞാൻ തന്നെ അവിടെ കിടന്ന് കാറും. ഓക്കെ, അങ്ങനെ. പിന്നെ വേറെ ഒന്നുമില്ല പറയാനായിട്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ പാരൻസിന് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. മനുഷ്യരാകുമ്പോൾ കുറച്ച് ചാലഞ്ചസൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അതെല്ലാം എന്താ പറയുക, സെറ്റാക്കി നേരിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ചങ്കുറപ്പുള്ള പിള്ളേർക്ക് എവിടെ വേണേലും പോകും. ഒരു ദിനമില്ല, അത്രയും പറയാനുള്ളൂ. ഓക്കെ ദെൻ ഐ എം ലീവിങ് യു ഗൈസ് ബിക്കോസ് എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്നാൽ ശരി, ബായ്. പിന്നെ എൻ്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങളതൊന്നും ശ്രദ്ധിച്ച് എന്നെ ജഡ്ജൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ ഞാൻ ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞാലും ചിലർ ജഡ്ജ് ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. ഓക്കെ, ബൈ.